അമ്മയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഷീല ദീക്ഷിത് പ്രതിനിധീകരിച്ചിരുന്ന ന്യൂഡൽഹി മണ്ഡലം തിരിച്ചുപിടിക്കാൻ സന്ദീപ് ദീക്ഷിത്തിന് സാധിക്കുമോ? സന്ദീപ് അട്ടിമറിക്കൊരുങ്ങുമ്പോൾ 4ാം വിജയമാണ് ഷീല ദീക്ഷിത്തിനെ തോൽപ്പിച്ച് ഡൽഹി ഭരണം പിടിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മ കൂടി BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ന്യൂഡൽഹി മണ്ഡലം ത്രികോണ പോരാട്ടച്ചൂടിലാണ്. കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടതോ ആം ആദ്മി പാർട്ടി 28 സീറ്റ് നേടിയതോ ആയിരുന്നില്ല 2013-ൽ ഡൽഹിക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. ആര് തോറ്റാലും ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഷീല ദീക്ഷിത് ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെട്ടതായിരുന്നു ആ തെരഞ്ഞെടുപ്പിലെ വമ്പൻ അട്ടിമറി. മുഖ്യമന്ത്രിയായി 3 തെരഞ്ഞെടുപ്പിലും ഷീല ജയിച്ചത് ആദ്യം ഗോൾ മാർക്കറ്റ് എന്നും പിന്നീട് ന്യൂഡൽഹി എന്നും പേരുമാറിയ മണ്ഡലത്തിൽ നിന്നായിരുന്നു. ആ തോൽവി ഷീല ദീക്ഷിത് യുഗത്തിൻ്റെ അവസാനമായിരുന്നെങ്കിൽ കേജ്രിവാൾ യുഗം തുടങ്ങിയതും അവിടെ നിന്ന്. ഷീല ദീക്ഷിത്തിനെ 25,000-ലധികം വോട്ടിന് തോൽപ്പിച്ച കേജ്രിവാൾ 3 തവണ മുഖ്യമന്ത്രിയായി. 3 തവണയും ജയം ന്യൂഡൽഹിയിൽ നിന്ന്. ഇത്തവണ കേജ്രിവാൾ 4ാം പോരിനിറങ്ങുമ്പോൾ എതിരിടുന്നത് ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്. ഷീല ദീക്ഷിത്തിന്റെ മകൻ എന്നതിനപ്പുറം ആം ആദ്മി പാർട്ടിയുടെ കടുത്ത വിമർശകൻ, ഡൽഹി കോൺഗ്രസിന്റെ മുഖമെന്നീ ഘടകങ്ങളാണ് കേജ്രിവാളിനെതിരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സന്ദീപിനെ നയിച്ചത്. പ്രധാന നേതാക്കളായ അരവിന്ദർ സിംഗ് ലൗലി, രാജ്കുമാർ ചൗഹാൻ, പ്രഹ്ലാദ് സിംഗ് സാവ്നി തുടങ്ങിയ നേതാക്കൾ പാർട്ടി വിട്ടതോടെ നേതൃദാരിദ്ര്യമുണ്ട് ഡൽഹി കോൺഗ്രസിന്. അജയ് മാക്കനാകട്ടെ ദേശീയ ട്രഷററായി. അഴിമതി ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ ഈസ്റ്റ് ഡൽഹി മുൻ MP കൂടിയ സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിന്റെ ആശ്രയം. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് തേടുന്ന സന്ദീപ് ദീക്ഷിത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 5000-ൽ താഴെ മാത്രമാണ്. ജയിക്കണമെങ്കിൽ നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കണമെന്നതിനപ്പുറം കഠിനാധ്വാനം തന്നെ വേണമെന്ന് ചുരുക്കം. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനും മുൻ MP-യുമായ പർവേഷ് വർമ്മയാണ് BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 33%, 2015-ൽ 29% വോട്ട് BJPക്കുണ്ടായിരുന്നു. മാറിയ സാഹചര്യത്തിൽ മണ്ഡലവും മറിയുമെന്ന പ്രതീക്ഷയാണ് BJPക്ക്. ഒരു മുൻ മുഖ്യമന്ത്രിയും 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും കളത്തിറങ്ങിയതോടെ കൊടും തണുപ്പിലും ത്രികോണ പോരാട്ടച്ചൂടിൽ തിളയ്ക്കുകയാണ് ന്യൂഡൽഹി.